വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് പറയൂ, നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് നിങ്ങൾ കാത്തിരുന്ന Q&A ആണ്. ഫസ്റ്റ് നമ്മളെ പറ്റിച്ച് പറയാം. അപ്പൊ എന്റെ പേര് ഫാത്തിമുത്തുൽ ഹിബ ഹബീബ്. ഓവറാണ്. അപ്പൊ ഇതാണ് ലാലി എന്നറിയപ്പെടുന്ന ലാലി ലാലിന്റെ പേരും ലാലിന്റെ പേര് ഇവിടെ പേരും ആർക്കും അറിയില്ല. എന്റെ പേര് എന്റെ പേര് മിസ്. എന്റെ പേര് ഫാത്തിമത്തുൽ മിസ്നാൻ. ഇനീഷ്യൽ വേണം PK. എന്റെ പേര് ജൻഹാംസ് KP. ക്യൂട്ടായിട്ട് പറയുന്നത് എന്റെ KK. പേര് പറഞ്ഞില്ലേ? പേരോ ക്ലാസ് എത്രയാണ് പഠിക്കുന്നത്? ഞാൻ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ 10th പഠിക്കുന്നു ഗൈസ്. ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ പ്ലസ് ജില്ല ചോദിച്ചിന്, ഡിസ്ട്രിക്ട് ചോദിച്ചിന്. ഡിസ്ട്രിക്ട് കണ്ണൂരാണ്. ഞാൻ അഞ്ചരക്കണ്ടി. ഈ 3 തെണ്ടികളും മുഴപ്പിലങ്ങാട്. അന്നെ കൂട്ടണം ഇപ്പുറത്തോ അപ്പുറത്തോ. ഇവിടെ മിസ്ലിന്റെ വീട്, ഇവിടെ ലാലിന്റെ വീട്, ഇവിടെ ജനുവിന്റെ വീട്. ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം എന്ത്? ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അറിയില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്ക് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് കൂടും. അതാണ്. അതെ. ആരാണ് ഈ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള മാസ്റ്റർ ബ്രെയിൻ? അതുകൊണ്ട് നമ്മളെല്ലാരും ഓരോ വിഷയം ഇടും, അതിനെ വെച്ച് കണ്ടന്റ് ആക്കും. അങ്ങനെ കണ്ടന്റ്. ആർക്കാണോ ഫസ്റ്റ് തോന്നുന്നത് അവരത് ജസ്റ്റ് പറയും. അങ്ങനെ തീരുമാനം. നിങ്ങളെല്ലാരും തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്സ് ആണോ, കസിൻസ് ആണോ, അയൽവാസിയാണോ, നെയ്ബേഴ്സ് ആണോ? ഇങ്ങനെ കൊറേ ചോദിച്ചിന്. സിബ്ലിങ്സ് ആണോ? അതറിയാനാണ് എല്ലാവർക്കും. പക്ഷെ നമ്മള് പറയൂല. ഇല്ല. സംഭവം എന്താ വെച്ചാല് എന്റെ കസിനാണ് ലാലി. ലാലിന്റെ കസിനാണ് ഞാനും. കസിനാണ് ലാലി. സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു കുടുംബക്കാരാണ്. നമ്മള് വകയിലെ ബന്ധുക്കളാണ്, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു. എന്റെ കാർന്നൂറ്, അതായത് എന്റെ ഉമ്മാന്റെ ബ്രദറിന്റെ മോളാണ് ലാലി. അന്റെ ഉപ്പാപ്പാന്റെ പെങ്ങളെ മോളാണ് വിസ്ന. അന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളാണ് സെനു. മനസ്സിലായി? അതായത് ലാലിന്റെ കസിൻസ് ആണ് ഞാനും ഇവളും. ലാലിന്റെ കസിൻസ് ആണ് ഓളും. ഉപ്പാന്റെ അടുത്ത കസിന് ലാലിന്റെ ഇപ്പൊ കസിൻ കസിൻസ് വിത്ത് ഫ്രണ്ട്സ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് എനിക്ക് തോന്നുന്നത്? എല്ലാരും കൂടുതൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കമന്റിൽ കൂടുതൽ ചോദിക്കുന്നത് നിങ്ങൾ കസിൻസ് ആണോ, ഫ്രണ്ട്സ് ആണോ? റിലേറ്റീവ്സ് ആണ്. ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ട് ആണോ? നമ്മൾ വീഡിയോ എടുത്ത് കഴിയാൻ തന്നെ 2 മണിയോ രാത്രി. എന്നിട്ട് നമ്മൾ പൊരക്കെഴുത്തുന്നില്ലേ? അപ്പൊ എന്താ ചോദിക്കാനല്ലേ? അതെ, ഒരു ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ചോദിക്കും, എന്താ മോളെ വീഡിയോ ഇല്ലേ, എന്താ മോളെ ഒരു വീഡിയോ എടുത്തങ്ങ് ഇടർത്താ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാം. ഇപ്പൊ നല്ല സപ്പോർട്ടിങ് ഫാമിലീസ് ആണ് എല്ലാവരും. അതെ. എല്ലാവർക്കും എത്ര സിബ്ലിങ്സ് ഉണ്ട്? സിബ്ലിങ്സ് എനിക്കൊരു ബ്രദർ, ഒരു കാക്കുണ്ട്. എനിക്കൊരു സിസ്റ്റർ, എനിക്കൊരു കാക്ക, ഒരു താത്ത, എനിക്കൊരു അനിയത്തി. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? 4 പേര്. നിനക്ക് ചോദിച്ചാ ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ഫ്യൂച്ചർ കല്യാണം കഴിച്ചു. ഞാൻ പറയട്ടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോ എനിക്കൊരു ബിസിനസ് തുടങ്ങണം. പറഞ്ഞോട്ടെ, കഷായം ഞാനിപ്പോ പറഞ്ഞോ. എന്റെ ഫ്യൂച്ചർ പ്ലാൻ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കണ്ടന്റ് ക്രിയേഷൻ നമ്മളിപ്പോ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഈ ചാനൽ ഒന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു ഉറങ്ങണോ, തിന്നണോ, ഓളുമ്മാരോടുള്ള ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചിട്ട് പറഞ്ഞു ഉറങ്ങണം. അതാണ് ഓളെ മെയിൻ പ്ലാൻ. അതെ.
എന്റെ പ്ലംബർ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഞാൻ ആദ്യം എങ്ങനെയെങ്കിലും ഡിഗ്രി അന്റെ എന്താ വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രി കംപ്ലീറ്റ് ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒന്നിക്ക് എന്തെങ്കിലും കോഴ്സ് എടുക്കും, അല്ലെങ്കിൽ എന്തേ ചെയ്യും. എന്തായാലും പണിയെടുക്കണം. നമ്മള് ഇതൊന്ന് ഫോക്കസ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യും. ഞാനൊക്കെ അതിന് പ്രത്യേകിച്ച് ഇവർ രണ്ടാളും ഒരേ പൂവൽ പക്ഷെ പ്ലസ് ഡിഗ്രിക്ക് കയറും, ഡിഗ്രിക്ക് കയറി കോഴ്സ് പോകണം. ചിലപ്പോ 18 അതിനോട് കെട്ടിക്കണം. സീരീസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് യൂട്യൂബില്. ഇപ്പൊ നിങ്ങള് കമന്റ് ചെയ്യാം. വേണ്ട വീഡിയോസ് നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മള് ചെയ്യുന്നത് കോമഡി വേണോ, ഞാൻ പറയട്ടെ, കോമഡി വേണോ, ഫണ്ട് വേണോ, ഹൊറർ ഹൊറർ ടൈപ്പ് വേണമെന്നറിയുന്ന കമന്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ജാടുള്ളതായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ മിസ്സിനൊക്കെ അങ്ങനെ മിസ്സിനെ നമ്മള് പറയില്ല. നമ്മൾ പറയാ ശരിക്കും പറ, തമാശ ശരിക്കും അന്നെ കാണുമ്പില്ലേ, അതായത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോ എന്നോട് പറയും ജാടുള്ള പോലെ. അതെന്നോട് പറയും. സ്പേസ് കുറച്ച് കുറഞ്ഞു. അവര് ആര് കൂട്ടത്തിൽ ഞാൻ പാവപ്പെട്ട മുഖം നോക്ക്, മുഖം നോക്കിയാ കണ്ടാ പറയോ? പറയൂല, ജാടൊന്നുമില്ല. ജാടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ഏജ് ആണോ? ആർക്കാണ് കൂടുതൽ ഏജ്? ചോദിച്ചാ ഈ ബക്ക ഗൈസ് അതെ, കൂടുതൽ ഏജ് പറയണോ? ഏജ് പറയണോ? ഏജ് പറയണ്ട. മറ്റേ അങ്ങനെ ഫസ്റ്റ് ഏറ്റവും മൂത്തത് ഹിബ, പിന്നെ എന്നാ പിന്നെ ഞാനാണ് കുറച്ചും വിവരമുള്ള മൂത്ത. പിന്നെ ഞാനാണ് വിവരമുള്ള മൂത്തെ, പിന്നെ ഞാനാണ് വിവരം മുത്തേ. വിവരമില്ലാത്ത മൂത്തെ. Okay guys, next question. Who would make more mistakes while shooting a video? നാക്കുളുക്കിപ്പോ ഒരു വലിയ ഡയലോഗ് കൊടുത്താലേ ഓള് ഇപ്പൊ നമ്മള് എന്തെല്ലാം വിശേഷം നോക്കിയിട്ടുള്ള വിശേഷം എന്തെല്ലാം അങ്ങനെ എല്ലാം പറയാം. ഇവർ ഫേക്ക് കസിൻസ് ഇങ്ങനെ ഓള് കളിക്കുന്നത് കട്ടാക്കുവേ. അടുത്ത ഓക്കെ, അപ്പൊ ഇവളാണ് കൂടുതൽ മിസ്റ്റേക്ക്. Who has more patience? Cameraman. സമ്മതിക്കണം, ശരിക്കും സമ്മതിക്കണം. നമ്മളെ സഹിക്കുന്നില്ലേ, അതന്നെ സമ്മതിക്കണം. നെക്സ്റ്റ്, Who is more lazy among you? ആർക്ക് ഏറ്റവും കൂടുതൽ മടി? അതും ലാലിക്കാന്. വീഡിയോ എടുത്താൽ രാവിലെ എണീക്കാൻ വിളിച്ച പറയും പറ്റൂല, ഉറങ്ങണോ? ഉറക്കുന്ന 12 മണി കഴിഞ്ഞ് പോയി അങ്ങനെ പറയും. 9 മണിക്ക് നോക്കൂ എണീക്കാൻ പറ്റില്ല. ഞാനും അങ്ങനെ, ഞാനും കോളേജിലുണ്ട്, ഞാനും എണീക്കലുണ്ട്. ഇവർക്ക് നല്ലോണം ഉറങ്ങുക. അങ്ങനെ ഉറങ്ങും നീ പറ. ഞാനും എന്നെ പോലെ തന്നെയാ കേട്ടോ. സ്കൂൾ കോളേജിൽ പറഞ്ഞത് എന്നെ ഞാൻ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഇവർക്ക് ഉറങ്ങാം, നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങാൻ കഴിയൂല. ഇവളാണെങ്കിൽ 10 മണിക്ക് വരും, 12 മണിക്ക് വരാം. അതൊരു സമാധാനമുണ്ട്. അതുപോലെ കാര്യം 10 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ 12 മണിക്ക് എത്തും. അടുത്തതാണ് മെയിൻ ചോദ്യം. ശരിക്കും നിങ്ങൾ ഫിഫയിൽ ഏതാണ് ടീം? അത് പറയണം ഗൈസ്, കാരണം നമ്മള് കുറെ ആള് തെറ്റിദ്ധരിച്ചിട്ടാണ്. തെറ്റിദ്ധരിച്ചിട്ടാണ് അന്നെ കുറെ ആൾക്കാർ നമ്മള് കുറെ ആള് തെറ്റിദ്ധരിച്ചിട്ടാണ്. ആക്ച്വലി ജേഴ്സി ക്ഷാമം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടീം മാറേണ്ടി വന്ന രണ്ട് പാവം കുഞ്ഞുങ്ങളാണിത്. സത്യം പറഞ്ഞ ഇവിടെ അർജന്റീന, ഇവിടെ പോർച്ചുഗലാണ്. പിന്നെ നമുക്ക് ഫുട്ബോളിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ല. പക്ഷേ നമുക്ക് അതിന് ഇഷ്ടമാണ്. അവർക്ക് റൊണാൾഡോ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഞാൻ പോർച്ചുഗൽ, ഞാൻ മെസ്സിയാണ്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടമാണ്, പക്ഷെ അത് നമ്മുടെ ഇതിൽ ഫിഫയില് നോക്കണെങ്കിൽ ഞാൻ പോർച്ചുഗൽ. ഞാൻ അർജന്റീന. മെയിൻ CR7 ഫാൻ ആയതുകൊണ്ടാണ്. അർജന്റീന ജേഴ്സി ഇട്ട കുട്ടിയും ബ്രസീൽ ജേഴ്സി ഇട്ട കുട്ടിയും ട്വിൻസ് ആണ്. അതായത് ലാലിനും സെനും ട്വിൻസ് ആണോ കുറെ ചോദ്യമുണ്ട്. പക്ഷെ ഷേപ്പ്
എനിക്ക് തോന്നുന്നു മുഖത്തിന്റെ ഇവർക്ക് ഇവിടെ എന്തോ ഒരു ഷേപ്പ് ഉണ്ട് അത് ഇവർക്ക് ജോലൈനുണ്ട് ഇവർക്ക് ജോലൈനില്ല. അതാണ് പ്രശ്നം. എനിക്കില്ല അതെന്താ ഇവ ഇങ്ങനെ പക്ഷെ ചന്തിയാക്കും എനക്കും ചദ്യ ഇഷ്ടം ജോലിനൊക്കെ അത്ര താല്പര്യം എനിക്ക് താല്പര്യമുണ്ട്. To be honest. എനിക്ക് ഇഷ്ടല്ലേ ഈ ജോലൈൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാലിന്റെയും സെനിന്റെയും ഇൻസ്റ്റാ അക്കൗണ്ട് എവിടെ 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 എടുത്തു അവർക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഇല്ല. എല്ലാരും ഞാൻ വിചാരിച്ചത് നമുക്ക് മാത്രം അക്കൗണ്ട് ഉള്ളൂ അല്ല നമ്മള് അക്കൗണ്ട് നമ്മൾ കരുതി കൂടി മെൻഷൻ ചെയ്യാത്തല്ല ഇവർക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ പിന്നെയും വരുന്നു ലാലിന്റെ അക്കൗണ്ട് ഉണ്ട്. പക്ഷെ ലാലിന്റെ അല്ല, ലാലിന്റെ ഉമ്മാന്റെ അതേപോലെ തന്നെ ഉമ്മാന്റെ അത് യൂസ് എന്തിനാ നിങ്ങൾക്ക് അക്കൗണ്ട് എന്തിനാ കണ്ടിട്ട് കാണാൻ നമ്മളിരുന്നില്ലേ? എത്ര മതി പിന്നെ കൂടുതൽ ചോദ്യം വന്ന് നമ്മള് മാരീഡ് ആകുന്ന മാരീഡ് ആണ്. എനിക്ക് 2 കുട്ടികള്. മിസ് കുട്ടികളില്ല ഓക്കെ 2 കുട്ടികൾ മിസ് കുട്ടികൾ 5 കുട്ടികൾ അതെ അതെ. ലാലിക്ക് നിങ്ങൾക്ക് തോന്നും നമ്മളെ കഴിച്ച് മാരീഡ് എന്നല്ലേ പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത് ആര്? അങ്ങനെ വെച്ചാല് എല്ലാരും ചളി വാരി വിതറും. ചിരി കിട്ടാൻ എപ്പോഴെങ്കിലും അപ്പൊ എനിക്ക് ചെറിയ ചിരി കിട്ടിയല്ലേ ചിരി കിട്ടിയത് നമുക്ക് സെനു കുറച്ച് കുറവാ. സെനു ചളി പറയുന്നുണ്ട്, ക്യൂട്ടായിട്ട് പറയും. അഭിനയിക്കാൻ പറഞ്ഞു ദേഷ്യം പിടിക്കാൻ പറഞ്ഞോളൂ ചിരിക്കാൻ പറഞ്ഞോളൂ എല്ലാം ഒരേ ഒരു വാക്യോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വിവരിക്കും? എങ്ങനെ വിവരിക്കും നിങ്ങൾ ചിലപ്പോ പുറത്തുനിന്നാണ് നിങ്ങൾ നിങ്ങളൊരു 2 സമളപ്പുറം നിന്നാ മതി, പിറ്റേ സമയം ജീവനെ കൊണ്ടുപോടും. അവസ്ഥ. ലാലിന്റെ റിയൽ നെയിം ചോദിക്കുന്നുണ്ട്. റന ഫാത്തിമ. കൊറേ ഇവിടെ ഉണ്ട് ആ സെൻഹ മുസമ്മിൽ. സെൻഹ മിസ്ന ഹിബ. പക്ഷെങ്കിൽ റെനാന്നൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇവിടെ വിളിച്ചതിനെ തന്നെ വിരലിൽ ഉണ്ടാവുന്ന എണ്ണത്തിൽ വിളിച്ചിട്ടുള്ളൂ. ലാലിയാണ് ലോലിയായ പിന്നെ നിങ്ങളെ വീഡിയോ എഡിറ്റർ ആര്? വീഡിയോ എഡിറ്റർ ബ്രദർ ക്യാമറമാനും എഡിറ്ററും എല്ലാം ആരായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ഷൻ പൊളിയാണ് കേട്ടോ. താങ്ക് യു. ഒരു 5 hours രാത്രി ഇരുന്ന രാവിലെയാണ് ഉറങ്ങാറ്. സോ ഒരു സെല്യൂട്ട് കൊടുക്കല്ലേ. ഷമന്റെ കാര്യം പറഞ്ഞാൽ നല്ലോണം പറയണം. നിക്നെയിമോ ഞാനിങ്ങനെ എന്തായാലും നിക്നെയിം എന്താ മിസ്ന? മിച്ച മിച്ചാന്ന് എന്നെ വിളിക്കൂല അങ്ങനെ ആരും. വിളിക്കലുണ്ട്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അവിടുന്ന് ഇവിടുന്നുള്ള ആൾക്കാരെ മിച്ചാന്ന് വിളിക്കും. ക്ലോസ് ആയിട്ടുള്ള അവിടുന്ന് ഇവിടുന്ന് ആൾക്കാരുണ്ടോ? നിങ്ങളൊക്കെ ആരാ? നമ്മളല്ലോ നമ്മളല്ലേ അതെ, നമ്മളെന്നെ. ലാലി വേണു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കുവോ? ഒന്നെ തുടങ്ങിട്ട് അതിലിടാൻ കഴിയുന്നില്ല. അപ്പൊ വേറെ 2 ഇപ്പൊ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ എന്താന്നറിയില്ല. നിങ്ങൾ പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓരോ നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങണോ വേണ്ടയോ? നിങ്ങൾ പറ. നീ എന്തിടും? വേണ്ട പറയാ അവള് 10ാം ക്ലാസ് ഒന്നും ഇടൂല. ഒരു വീഡിയോ ഇട്ടിട്ട് രാവിലെ തുടങ്ങും. അല്ല നിങ്ങള് പറ, ഞാൻ തുടങ്ങണം വേണ്ടയോ? തുടങ്ങിയാ പിന്നെ ഫുള്ള് പ്രൊഡക്ടിവിറ്റി ആയി. രാവിലെ എണീക്കും അങ്ങനെയൊക്കെ. നല്ല കോമഡി നല്ലത്. ഹൗ ടു സ്ലീപ് ഫോർ 24 hours അതെല്ലാം ചെയ്യാം നമുക്ക്. നോ സ്ലീപ് ഫോർ 24 hours നമ്മളത് ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള കഴിയും. ശരി നമ്മള് രാവിലെ 24 hours ആദ്യം 24 hours വരെ 48 hours ഒക്കെയല്ലോ. സുഖമായി. സ്ക്രിപ്റ്റ് ലൊക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു? നമ്മൾ 5 കണ്ടിനേ കുഴപ്പമില്ല. ഇവിടെ വരെ 10-25 വീട് ഇവിടെ വന്നിട്ട് നമ്മള് തീരുമാനിക്കും ഇവിടെ പോണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒക്കെ തീരുമാനിക്കും.
എവിടെയായാലും കുഴപ്പമില്ല എല്ലായിടക്കും നമുക്ക് ഫുൾ ഫ്രീഡം. കൊറേ വീട് കണ്ടോ എന്റെ വീട് ഇവളെ വീട് ഇവളെ വീട് അങ്ങനാ ശരിയാ അത് ശരിയാ. ഓണത്തിന് പറഞ്ഞുള്ളൂ നമുക്ക് എല്ലാവർക്കും ഫുൾ ഫ്രീ. പിന്നെ നമുക്ക് ഗ്രൗണ്ടിലെ കൈസ് ഓരോരോ ഇലയും പുല്ലുള്ള സ്ഥലം ഉണ്ടല്ലോ റോഡ് ഉണ്ടല്ലോ നമുക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ കുഞ്ഞിലുണ്ട് നമ്മളെ ഉമ്മാന്റെ അടുത്തിന്റെ മാപ്പുണ്ട് അങ്ങനെ പറയാം. അപ്പൊ നമ്മളെ കുടുംബത്തിലൊരു പീടിയുണ്ട് ആ പീടിയുള്ള അതാ നിങ്ങളെപ്പോഴും കാണുന്ന പീടിയ. ഇതിൽ ആർക്കാ ആദ്യം മാരേജ്? ഹിബക്ക്. അയ്യോ 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 ശിവയാണല്ലോ മൂത്താള് വെച്ചിട്ട് അയാളെ കിട്ടുന്നത് ഞാൻ ലാലിനെ വെച്ചോണ്ട് വേൾഡ് കപ്പ് സംബന്ധിച്ചു അടുത്ത വീഡിയോ എന്നായി? അടുത്ത വീഡിയോ പാർട്ട് 1, 2, 3 3 വീഡിയോ ഇറക്കാനുണ്ട്. അതിന് മുന്നേ ഈ വീഡിയോ ഇറക്കും. നമുക്ക് സമയമില്ല കൈസ് ഒന്നും അല്ലേ? നമ്മള് ശരിക്കുള്ള ക്യാരക്ടർ ഉണ്ട് അവളൊപ്പം എങ്ങനെ പറയാ അടിച്ചു മോത്തിയാന്ന് അങ്ങനെ പറയാ. അതുകൊണ്ടൊക്കെ അങ്ങനത്തെ ഡയലോഗ്സ് എല്ലാം കൊടുക്കുന്നത്. എല്ലാം 6th സെഞ്ചുറി കോസ്റ്റ്യൂം ആണെങ്കിൽ ഒരു മാറ്റമുണ്ട്. അവർ ലൈഫ് Our rules. മൈ ലൈഫ് മൈ റൂൾ മൈ ആറ്റിറ്റ്യൂഡ്. എന്താ നമ്മള് ചോദിക്കാൻ നീ ആരുണ്ടാ? വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ലാലു കുറച്ച് കൂടുതൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി വെക്കാൻ പറ്റും. പിന്നെ കാര്യം ഇവിടെ ചിരിക്കൂല അവരൊക്കെ ഒന്നും പറയാൻ ഇവിടെ ചിരിക്കൂല പക്ഷെ ഒന്നും പറയൂല. അതാണ് പ്രശ്നം. നമ്മളെന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര ഒറ്റയടിക്ക് ടേക്ക് എടുത്തിട്ട് ശരിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാനാണ് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യുന്നത്. അത് ഓക്കെ ഓള് ചിരിക്കൂല. ഓളില്ലേ നമ്മളെല്ലാരും നല്ലോണം ശരിയായ ഓള് മൊത്തം ഇതിങ്കിലായിട്ട് അപ്പാടെ മാറ്റിക്കളയും അല്ലേ? നമ്മളെല്ലാരും ശരിയാക്കിണ്ടാവും അപ്പാട് ഓള് തെറ്റും. അങ്ങനെ നിങ്ങളുടെ വീഡിയോ ശരിയായിരിക്കും പക്ഷെ എന്റെ മൊത്തി രസമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് ശരിയാ അത് ശരിയാ. നമ്മളെല്ലാരും എനക്ക് എന്തോ 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 ഇഷ്ടമാണ്. അടുത്ത ഇത് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ? പക്ഷെ ലാലി കല്യാണം കഴിച്ചതാണ്. പഠിക്കുന്ന കുട്ടി കല്യാണം പുറത്താക്കി സത്യല്ലേ 10ാം ക്ലാസ് തന്നെയല്ലേ നീ? അയ്യെന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ഡിഗ്രിയാ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഡിഗ്രി ഇവിടെ ഡിഗ്രി. ഞാൻ വലിയതല്ലേ നീ കുഞ്ഞാ തന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനെ എങ്ങനെ കല്യാണം കഴിച്ചു വിടും? അതിന്റെ ബാലവിവാഹവും നിങ്ങൾക്ക് അറിയില്ല അതാണ് സോറി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇവള് കല്യാണം കഴിച്ചിട്ടില്ല ഓള് കല്യാണം കഴിച്ചിട്ടില്ല. നമ്മൾ ആരും കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളിപ്പൊ കെട്ടു നമ്മള് കെട്ടിക്കും എനിക്കിങ്ങനെ പാറി പറഞ്ഞു. ഇവള് വലിയ ഞാനും കൂട്ടും കൊപ്പര പാത്രത്തെ നിങ്ങൾ നിങ്ങൾ വലിയ നിങ്ങൾ കുഞ്ഞു പിള്ളേർ 10ാം ക്ലാസ് പ്ലസ് 1 മിസ്ലേക്കിന് 1 year കൂടി ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളുള്ള ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യും. നമ്മള് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ഇവർക്ക് സ്കൂൾ അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് പ്ലാൻ ചെയ്തിട്ട് നമ്മള് 2 കൊല്ലം എനിക്ക് +2 എത്തുള്ളൂ. ഇനി 2 കൊല്ലം +2 നീ 2 കൊല്ലം കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇത് തന്നെ എത്ര കൊല്ലം? എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് 3rd year ആയില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒന്നിക്കും പഠിക്കൂ അല്ലെങ്കിൽ നമ്മള് ഒപ്പരം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്ത് ചെയ്യുന്നു? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സിംഗിൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണെന്ന് ചോദിച്ചാല് എന്താ പറയാ എന്താണെങ്കിലും നോട്ട് റെഡി ടു മിങ്കിൾ. അതെ അതെ അത്രേ ഉള്ളൂ. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കല്യാണം കഴിച്ചില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞൊന്നുമില്ല. നമ്മള് കുഞ്ഞു കുട്ടികളാ. നിങ്ങൾ എന്ത് ഇങ്ങനെ ചോദിക്കുന്നേ? ശരിക്കും പിള്ളേരാണ്. ഇല്ല ഇവിടെ 10ാം ക്ലാസ് ഒന്നും കടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ 1ാം ക്ലാസ് അല്ല അവിടെ എന്റെ പേര് ഡിഗ്രി സെക്കൻഡ് കഴിഞ്ഞാ ക്വസ്റ്റ്യൻ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ് സോ 10ാം ക്ലാസ്സിലെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചാകുന്നു? ലാലുന്റെ കല്യാണം കഴിഞ്ഞതാണോ? ഹിബയുടെ ആരാ? സൈനൂർ എന്റെ കസിന്റെ കസിൻ കാർന്നറ മോളെ കസിനാണ് സിനു. അയ്യാ എന്റെ അതെങ്ങനെയാ എങ്ങനെയൊക്കെയാ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ
സ്ലാങ് ഉണ്ട് ഞാൻ അറിയില്ല കേട്ടോ അറിയില്ല കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കുടുംബക്കാരാ. നമ്മൾ എന്തെല്ലോ ബന്ധമുണ്ട്. പക്ഷെ നമ്മളിപ്പോ ആരാ നമ്മള് കസിൻസാ ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇൻസ്റ്റയില് 1000+ ക്വസ്റ്റ്യൻ വന്നി, ഞാൻ ഇൻസ്റ്റയില് 1000+ യൂട്യൂബില് 500+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മള് വിചാരിച്ചിട്ടില്ല. സെയിം ആണ് കൊറേ. പിന്നെന്നാ ഷാൾ എങ്ങനെ ഇടുന്നത് നല്ല രസമുണ്ട്. എല്ലാവരുടെയും അൺഫോർഗെറ്റബിൾ മെമ്മറി. നമ്മള് ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞ. പിന്നെ ഈ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നമ്മളിൽ ആരാ ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് ഇടാന്നല്ല ആരാന്ന് തുടങ്ങിയിട്ട്. ഇപ്പൊ വലിയ എന്താ പറയാ വലിയ ഫോളോവേഴ്സ് കാര്യങ്ങളിലുള്ള ആളുകൾ പറഞ്ഞ നമ്മളിങ്ങനെ വേണ്ടെന്ന് സെലിബ്രേറ്റ്. അപ്പൊ പക്ഷെ നമ്മള് കൊറേ മുന്നേ പ്ലാൻ ആക്കിനി, കൊറേ മുന്നേ ആക്കിനി, പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇവക്കൊരു ഹായ് അയക്കും, പിന്നെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. മെസ്സേജ് അയക്കാൻ ഭയങ്കര മടിയാ. പറഞ്ഞു മടിയാ. റിപ്ലൈ മെസ്സേജ് നോക്കൂല്ല, റിപ്ലൈ കിട്ടും. ഈ ഗ്രൂപ്പിൽ തന്നെ ഹലോ 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 ഇപ്പൊ കുറച്ച് ഓക്കെ ആയി. ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റി ചർച്ച ചെയ്യണല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാല് വീണ്ടും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ്, ഈ ലോങ് വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ നമുക്ക് ചെയ്യണോ വേണ്ടിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് തന്നെ ബാക്കി സാധനങ്ങളുള്ളൂ. നമ്മളത് സീരീസ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. So guys, stay tuned for next videos. Bye.